സ്വല്ലല്ലാഹു സഹാബത്തെ വിശേഷിപ്പിച്ചത് റസൂലുള്ള, നബിയുള്ള എന്നൊക്കെയാണ്. എന്നാൽ അവരാരും ഹബീബുന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല. ഹബീബ്, ഹബീബുന എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത്. അവരാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ്? അതല്ല, സഹാബിമാരത് പ്രയോഗിച്ചിരുന്നു, അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു, വിശേഷം ഉണ്ടായിരുന്നു എന്ന് ഈ ഫൈസൽ ഹസനിക്ക് തെളിയിക്കാൻ പറ്റുമോ? മുസ്ലിമായി പിറന്ന ഓരോ കുട്ടിക്കും സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബാണെന്ന് ആവർത്തിച്ചു പറയാൻ ഒരുപാട് പകൽ വെളിച്ചം പോലെയുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇമാം ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അഖ്ബറനാ മുഹമ്മദ് ഇബ്നു സ്വാലിഹ് അൻ മുആവിയത അൻ ഉർവത ഇബ്നു റുഐൻ അൻ ഖൈസ് അൻ അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹും ജമീഅൻ. വളരെ വ്യക്തമായ ഉയർന്ന ആലിയായ സനദാണ്. മുഹദ്ദിസുകൾക്കറിയാം ആലിയായ സനദ് എന്ത് എന്ന്. ഇങ്ങനെയുള്ള ഒരു സനദ് പ്രകാരം മഹാനായ ഇമാം ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പരിചയപ്പെടുത്തുന്നു, ഇബ്രാഹിം ഖലീലുള്ളാഹ്, മൂസ സഫിയുള്ളാഹ്. ഇബ്രാഹിം അല്ലാഹുവിന്റെ ഖലീലും മൂസ സഫിയുമാണ്. വാന ഹബീബുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് സനദ് ചേരുന്ന ഹദീസിൽ സ്വഹാബികൾക്കിടയിൽ മുത്തുനബി തങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, വഹുവ കദാലിക്, സ്വഹാബികളെ, നിങ്ങൾ നബിമാരെ കുറിച്ചുള്ള മദ്ഹുകൾ പറഞ്ഞു, അതൊക്കെ ഞാൻ കേട്ടു, അതൊക്കെ ശരിയാണ്. പക്ഷേ അറിയണം, അറിയണേ, വാന ഹബീബുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. എന്നിട്ട് മുത്തുനബി തങ്ങൾ കൂട്ടിച്ചേർത്തി പറഞ്ഞു, വലാ ഫഖ്റ, ഇത് അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പറഞ്ഞതാണ്. അപ്പൊ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ഒരു പേരാണ് ഹബീബുള്ളാഹ് എന്നുള്ളത്. അത് നിഷേധിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടിച്ചു താഴ്ത്തലാണ്, അതിൽ സംശയമില്ല. ഇമാം താബിഈൻ മസ്റൂഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പറയുന്ന വാക്ക് നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഹദ്ദസതനി അസ്ദിഖത്തു ബിന്തു സിദ്ദീഖ് ഹബീബത്തു ഹബീബില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമയായ സിദ്ദീഖ് തങ്ങളുടെ മകളായ ആയിഷ എന്ന സിദ്ദീഖ എന്നോട് ഹദീസ് പറഞ്ഞു. അവിടെയും മസ്റൂഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിക്കുന്നത്, താബിഈങ്ങളുടെ ഇമാം വിശേഷിപ്പിക്കുന്നത് ഹബീബുള്ളാഹ് എന്നാണ്. എവിടെയാണ് വഹാബികളെ നിങ്ങൾ സ്വഹാബികളുടെ പാതയിലുള്ളത്? സ്വഹാബികൾ പറഞ്ഞ പ്രയോഗത്തെ നിങ്ങൾ കാറ്റിൽ പറത്തി നിഷേധിക്കുകയല്ലേ ചെയ്തത്? അല്ലാഹുവിന്റെ ഹബീബ് എന്ന് സ്വഹാബികളും താബിഈങ്ങളും ഉപയോഗിച്ചിട്ടില്ല എന്നല്ലേ പറയുന്നത്? എന്നാൽ മുത്തുനബി തങ്ങൾ സ്വഹാബികൾക്കത് പഠിപ്പിച്ചത് വളരെ വ്യക്തമായ ഹദീസുകളിലൂടെ നാം തെളിയിച്ചതല്ലേ. അതുമാത്രമല്ല, വേറെയും നിങ്ങൾ കേൾക്കണം. ഇമാം ബസാറും ഇമാം ബൈഹഖിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു മക്തൂബുൻ ഫി തൗറാത്ത് ഹബീബുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ ഹബീബ്, ഹബീബുർ റഹ്മാൻ എന്ന വാക്കിലൂടെ നബി തങ്ങളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എവിടെ? തൗറാത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ പൂർവ്വവേദ ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ നബി തങ്ങളും സ്വഹാബികളും താബിഈങ്ങളും ഒക്കെ ഉപയോഗിച്ച പദം തന്നെയാണ് ഹബീബുള്ളാഹ് എന്നുള്ളത്. ആ ഹബീബുള്ളാഹ് എന്ന വാക്ക് നിഷേധിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താഴ്ത്തലാണ് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. വഹാബികളുടെ പോക്ക് നരകത്തിലേക്കാണ്.